പെണ്ണല്ല അടിപൊളി വേഷം, പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോഴത്തെ ഫാഷൻ ഷോയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. കാണാൻ ഒരു ബർക്കത്തും ഇല്ലാത്ത കുറേ പെൺപിള്ളേർ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. അരയും മുറിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ എന്നൊക്കെ വെച്ച് നടന്ന് അങ്ങോട്ട് പോകും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ ഷോ. കാലം മാറുന്നതനുസരിച്ച് കോലം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഫാഷൻ ഷോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്കിത് കണ്ടിട്ട്, ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്ന ഓഡിയൻസ് ആവണം കൈയടിക്കുന്നുണ്ട്, ആർത്ത് വിളിക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ട്, ഈ കോലങ്ങളെ കണ്ടിട്ടോ? അയ്യോ, ഒരുപാട് പ്രായമില്ലാത്ത പെങ്കൊച്ചുങ്ങളാണ്. അത് ഒരുമാതിരി ഡ്രസ്സ് ഇട്ട്, ഒരുമാതിരി ഫേസിലാണെങ്കിലോ ഒരു ചിരി പോലും ഇല്ല. ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ വരുന്നു, എന്തോ കാണിക്കുന്നു, കാലങ്ങോട്ട് പൊക്കുന്നു. അപ്പൊ കാണാനുള്ള എല്ലാവരും അവിടെ ഇരുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവണം. എന്തുവാടെ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഫാഷൻ ഷോ. നമ്മളിതിനെ കുറിച്ചൊക്കെ പ്രതികരിച്ച് വീഡിയോ ഇടുമ്പോൾ നമ്മള് തള്ളച്ചി, അമ്മച്ചി, പിന്നെന്തുവാണ് തള്ള വൈബ് എന്നൊക്കെയാണ് നമ്മളെയൊക്കെ കുറിച്ച് ആൾക്കാർ അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ ചാനലിലെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരുന്ന കുറച്ച് കമന്റുകളാണ്, നിനക്കൊന്നും വേറെ പണിയില്ലേ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ കുറേ കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തോ ചെയ്യുന്നേ, ഇതുപോലുള്ള ചില വീഡിയോസ് എടുത്തു വെച്ച് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. നമ്മളങ്ങനെ വെറുതെ ഒന്നും ആരെയും വിമർശിക്കാൻ പോകാറില്ല. വെറുതെ ആരെ എന്താ പറയുക, ഇതുപോലെയൊന്നും പറയാറില്ല. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം ഇതുപോലുള്ളതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള കുറേ എണ്ണങ്ങളുണ്ട് കേട്ടോ. ഇതാണിപ്പോൾ മെയിനായിട്ട് നമ്മുടെ പുതിയ ജനറേഷൻ്റെ ഒരു ലുക്കൊക്കെ. എവിടെ നോക്കിയാലും ഇപ്പോൾ ഇതുപോലത്തെ ജനറേഷനിലെ പിള്ളേരാണല്ലോ. ഫ്രീക്ക് ലുക്കായിരിക്കും മൊത്തത്തിൽ. ആൺപിള്ളേർ മാത്രമല്ല, പെൺപിള്ളേർ ഉൾപ്പെടെ ഒരുമാതിരി വേഷവും കെട്ടി കോലവും കെട്ടി അങ്ങ് ഇറങ്ങിയിരിക്കുവാണ്. കാണാനൊന്നും ഒരു വർക്കത്ത് പോലും ഇല്ല. ഇപ്പം ഈ കണ്ട രണ്ട് പെൺപിള്ളേരാണെങ്കിൽ പോലും അവർ ഫാഷൻ ഷോയാണ് എന്തായാലും. അങ്ങനെ ഭയങ്കര ഇതിൽ ലുക്കിലൊക്കെ റാമ്പോക്കൊക്കെ ചെയ്ത് വരുന്നു. എന്തോ ആരെയോ വെട്ടാനോ കുത്താനോ പോകുന്ന പോലെയാണ് രണ്ടെണ്ണത്തിൻ്റെ ഫേസ്. എന്നിട്ട് അങ്ങ് എന്തോ വലിയ ഷോ കാണിച്ചിട്ട് അങ്ങ് നടന്നു പോകുന്നു. എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കുറേ അലവലാദികളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. ഒരുമാതിരി കോലവും കെട്ടി വേഷവും കെട്ടി അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. കൊച്ചു പെമ്പിള്ളേരാണ് ഇമാതിരി സ്റ്റൈലുകൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കൊച്ചു പെമ്പിള്ളേർക്ക് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. അതിലൊക്കെ ഓരോ പെമ്പിള്ളേരുടെ വേഷം കെട്ടലുകൾ കാണണം. ഓരോരോ റീൽസ് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ കണ്ണ് തള്ളി പോവുക. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ കുറേ അധികം ആൾക്കാർ വന്നിട്ട് ഈ ഒരു ടൈപ്പ് പിള്ളേരായിരിക്കണം വന്നിട്ട് കമൻ്റ് ഇടും, നിങ്ങളൊക്കെ തള്ളവൈബാണ്, നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതെ, നമ്മൾ തള്ളവൈബ് തന്നെയാണ്. കാരണം നമ്മൾ എന്താ പറയുക, രണ്ട് പ്രസവിച്ചത് കൊണ്ട് തന്നെ അമ്മയാണ്. അപ്പോൾ ചിലവർക്കത് തള്ളച്ചി, അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാറുണ്ട്. എനിക്കതൊരു അധിക്ഷേപമായിട്ട് തോന്നാറില്ല. കാരണം നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായതുകൊണ്ട് തന്നെ ഇനി അമ്മച്ചിന്ന് വിളിച്ചുകൊണ്ടോ തള്ളച്ചിന്ന് വിളിച്ചുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ അമ്മയാണ്, അമ്മച്ചിയാണ്. അപ്പോൾ ഇതുപോലുള്ള ചില ഷോ ഓഫ് കാണുമ്പോഴത്തേക്കും നമ്മളെപ്പോലുള്ളവർ പ്രതികരിച്ചു പോകും. നമ്മളങ്ങനെ വെറുതെ ഒന്നിനെക്കുറിച്ച് പ്രതികരിച്ച് വീഡിയോ ഇടാറില്ല. അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുമല്ല, വിമർശിക്കേണ്ടതായിട്ടുള്ള വീഡിയോകൾ മാത്രമേ നമ്മൾ വിമർശിക്കാറുള്ളൂ. അപ്പം ഇതുപോലുള്ള വേഷം കെട്ടലുകളൊക്കെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കും, അല്ലെങ്കിൽ വിമർശിക്കാതിരിക്കും? ഇതൊക്കെയാണോ ഫാഷൻ ഷോ? ഇപ്പം ഇങ്ങനെയുള്ള കുറേ കോലം കെട്ടലുകളാണല്ലോ നടക്കുന്നത്. നമ്മളെപ്പോലുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സദാചാരം, തള്ള വൈബ്, തന്ത വൈബ്, നമുക്കൊന്നും പിന്നെ വാ തുറക്കാൻ അനുവാദമില്ല. എന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പറയുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു ഫാഷൻ ഷോ കണ്ടിട്ട് ഇത് എന്ത് പശു ചാണകം ഇടാൻ പോകുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ പോലത്തെ എക്സ്പ്രഷനും ഇട്ട് രണ്ട് പെമ്പിള്ളേർ നടന്നു വരുന്നു. എന്തോ കാണിച്ച് കാലും പൊക്കിയിട്ട് അവിടെ ഇരുന്നവരെയൊക്കെ എല്ലാം കാണിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. ഇതിന് കണ്ട് ആർത്ത് ഉല്ലസിച്ച് കൈയടിക്കാനും കൂക്ക് വിളിക്കാനും അവിടെ ഇരിക്കുന്ന കുറേ എണ്ണങ്ങളും. എൻ്റെ പൊന്നെ, ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലുള്ള കുറേ ഷോ ഓഫ് കാണിക്കുന്ന കുറേ പുതിയ ന്യൂ ജനറേഷൻ പിള്ളേരുണ്ടല്ലോ, അവരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ വസ്ത്രധാരണം, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ.
ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു വിചാരമുണ്ട്, പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ഫോളോവേഴ്സിനെയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറേ വേഷം കെട്ടലുകൾ കാണിച്ചാലേ കുറേ ഫോളോവേഴ്സിനെ കിട്ടും, അല്ലെങ്കിൽ കുറേ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പെമ്പിള്ളേരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇതിലൊക്കെ കൊച്ചു പെമ്പിള്ളേരുടെ ഒക്കെ റീൽസൊക്കെ കണ്ടു കഴിഞ്ഞുകൊണ്ടല്ലോ എൻ്റെ പൊന്നൊന്നും പറയാനില്ല.